നമസ്കാരം, മീറ്റ് ദ കാൻഡിഡേറ്റിലേക്ക് സ്വാഗതം. കർഷക തൊഴിലാളികളുടെ ശബ്ദമായി മാറിയ ജനകീയ നേതാവ്, വിപ്ലവ പാരമ്പര്യമുള്ള ആനക്കരയുടെ മണ്ണിൽ നിന്ന് വളർന്നു വന്ന് ഭരണാധികാരത്തിൻ്റെ ഇടനാഴികളിലും സമരമുഖങ്ങളിലും ഒരുപോലെ തിളങ്ങിയ പി മമ്മിക്കുട്ടി ഷൊർണൂരിൻ്റെ വികസന തുടർച്ചയ്ക്കായി വീണ്ടും ജനസമക്ഷം എത്തുകയാണ്. അദ്ദേഹത്തിന് വികസന തുടർച്ച സാധ്യമാകുമോ? ജനങ്ങൾ അനുകൂലമായാണോ ചിന്തിക്കുന്നത്? ഇനി എന്ത് വികസനമാണ് ഷൊർണൂരിന് ആവശ്യം? നേരിട്ട് ചോദിച്ചറിയാം. വെൽക്കം ടു ദ ഷോ സർ. നമ്മൾ ഉള്ളത് ഐഡിയൽ കോളേജിലാണ്. ചെർപ്പളശ്ശേരിയിലെ ഏറ്റവും പ്രസിദ്ധമായ കോളേജാണ് ഐഡിയൽ കോളേജ്. ഐഡിയൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് LDFൻ്റെ സ്ഥാനാർത്ഥി പി മമ്മിക്കുട്ടിക്കാനോട്. നിങ്ങൾ റെഡിയല്ലേ? ഒരു നല്ല ഗൈഡ് തരുമോ? യെസ്. ആദ്യം നമ്മൾ 5 വർഷക്കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്വന്തം MLA ആണ് വീണ്ടും മത്സര രംഗത്തേക്ക് LDFൻ്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നത്. ആദ്യം നമുക്കൊരു പ്രൊഫൈൽ കാണാം. മമ്മിക്കുട്ടിക്കാനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് പോകാം. റെഡി? 1952 ആനക്കര പാച്ചത്ത് വീട്ടിൽ മുഹമ്മദിൻ്റെയും ആമിനയുടെയും 8 മക്കളിൽ രണ്ടാമനായാണ് മമ്മിക്കുട്ടിയുടെ ജനനം. ദരിദ്ര കർഷക കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന അദ്ദേഹം ആനക്കര ഹൈസ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ KSFന്റെ സജീവ പ്രവർത്തകനായി സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സഖാവ് ഇമ്പിച്ചി ബാവയുടെ പ്രസംഗങ്ങളിൽ ആകർഷനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്ന ആ കൗമാരക്കാരൻ പിന്നീട് പാലക്കാടൻ രാഷ്ട്രീയത്തിലെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. KAP ബറ്റാലിയൻ ജോലി ലഭിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് ആയതിൻ്റെ പേരിൽ അധികാരികൾ പുറന്തള്ളിയ ചരിത്രമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ തോറ്റു പിന്മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. KSYFന്റെ കേഡറായും ലീഡറായും വളർന്ന അദ്ദേഹം പാർട്ടി ഏരിയ സെക്രട്ടറിയായും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ നേതാവായും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കരുത്തുറ്റ നേതൃത്വം കാഴ്ചവെച്ചു. 1991 മുതൽ 2005 വരെ 1.5 പതിറ്റാണ്ടുകാലം ജില്ലയിലെ റെഡ് വളണ്ടിയർമാരുടെ ക്യാപ്റ്റനായി അദ്ദേഹം അണിനിരന്നു. ഭരണാധികാരി എന്ന നിലയിൽ പി മമ്മിക്കുട്ടിയുടെ മികവ് പാലക്കാട് ജില്ലയും ഷൊർണൂരും മണ്ണും മനസ്സും നേരിട്ടറിഞ്ഞതാണ്. 1975 ആനക്കര പഞ്ചായത്തിലൂടെ തുടങ്ങിയ പാർലമെന്ററി ജീവിതം പിന്നീട് ജില്ലാ കൗൺസിലിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും നീണ്ടു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും വൈസ് പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ച കാലം ജില്ലയുടെ വികസന ഭൂപടത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചു. ഷൊർണൂർ MLA എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വീകാര്യതയുണ്ടെന്ന് ഇനി തിരഞ്ഞെടുപ്പിലൂടെ കണ്ടറിയാം. ഷൊർണൂരിന്റെ മണ്ണിൽ ചുവപ്പൻ കൊടികൾ പാറിത്തുടങ്ങിയിരിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ രണ്ടാമൂഴത്തിലിറങ്ങുന്ന പി മമ്മിക്കുട്ടിക്ക് മറികടക്കാനാകുമോ എന്ന് ഷൊർണൂരിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കും. ഇലക്ഷൻ ഡെസ്ക്, വൺ ന്യൂസ്. പ്രൊഫൈൽ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. മമ്മിക്കുട്ടിക്ക് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം എൻ്റെ ചോദ്യമാണ്. കഴിഞ്ഞ 5 വർഷം വലിയ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളാണ് ഷൊർണൂർ മണ്ഡലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയുള്ള വരുന്ന വർഷങ്ങളിൽ മമ്മിക്കുട്ടിക്ക് വീണ്ടും MLA ആയി വന്നാൽ എന്താകും ഷൊർണൂരിന് നൽകുക? ഷൊർണൂർ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും പല പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രവർത്തന മധ്യത്തിലായിട്ടുള്ള പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഉണ്ട്. അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഭരണപരമായ നടപടികളും അംഗീകാരവും ASPS ഒക്കെ കിട്ടിയ പദ്ധതികൾ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ വന്നതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വന്നതും ഭാഗമായി ആരംഭിക്കാൻ കഴിയാത്ത പദ്ധതികളുണ്ട്. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയാൽ ആ പദ്ധതികൾ കൂടി നമുക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് അത് പൊതുഗതാഗത മേഖലയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും പുതിയ നിലവാരത്തിലാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മണ്ഡലത്തിൽ അവശേഷിക്കുന്ന ചില PWD റോഡുകൾ കൃഷ്ണപ്പടി, കൈലിയാട്, എരിയപ്പറ്റ, ചളവറ തുടങ്ങിയ ഭരണ നടപടികളുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട കാലതാമസം വന്നത് കാരണം ടാറിംഗ് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കൽ കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കാൻ കഴിയും. PWD റോഡുകളെല്ലാം തന്നെ ഒരു നിലവാരത്തിൽ BMPC എന്ന നിലവാരത്തിലാക്കാൻ
കഴിഞ്ഞെങ്കിലും PWD റോഡിന് സമാനമായ ചില പഞ്ചായത്ത് റോഡുകളുണ്ട്, ലിങ്ക് റോഡുകളുണ്ട്. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡുകളുണ്ട്, 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡുകളുണ്ട്. പക്ഷെ അത് PWD അല്ല. എങ്കിലും PWD അല്ലെങ്കിലും കണയം വല്ലപ്പുഴ റോഡ് 4.5 കോടി രൂപ ഉപയോഗപ്പെടുത്തി അപ്ഡേറ്റ് ചെയ്ത പോലെ, ചെർപ്പശ്ശേരി പന്യംകുരിശി തൂല റോഡ് 5 കോടി രൂപ ചെലവഴിച്ച് അപ്ഡേറ്റ് ചെയ്ത പോലെ, നായർപടി മാങ്ങോട് റോഡ് 2 കോടി റോഡിനും 2 കോടി പാലത്തിനും വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനം പോലെ പഞ്ചായത്തുകളിൽ അതേ സമാനമായ പഞ്ചായത്ത് തല റോഡുകളുണ്ട്. അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനും പ്ലാൻ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ബഡ്ജറ്റിൽ നിന്നോ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ റോഡിന് സമാനമായ രൂപത്തിൽ അത്തരം റോഡുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്ന് നടത്തുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിക്കാവശ്യമായി ജലം സംഭരിച്ചുകൊണ്ട് പമ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മാങ്ങന്നൂർ ഉരുക്ക് തടയം. ആ ഉരുക്ക് തടയണ 2014 നിർമ്മാണം ആരംഭിച്ച് 2016 കമ്മീഷൻ ചെയ്തെങ്കിലും ഭാരതപ്പുഴയിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടയണയുടെ പാർശ്വഭിത്തികളൊക്കെ തകർന്നിരുന്നു. ആ തകർന്ന പാർശ്വഭിത്തികൾ ശരിയാക്കുകയും തടയണ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി 12 കോടി രൂപ 60 ലക്ഷം ചെലവാക്കിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ഡലത്തിൽ ഒരുപാട് കുളങ്ങളുണ്ട്, ജലാശയങ്ങളുണ്ട്. പഴയകാലത്ത് കൃഷിക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത്തരം കുളങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരു 10-20ഓളം വരുന്ന കുളങ്ങൾ നവീകരിച്ച് ജലസമ്പന്നികളാക്കി കൃഷിക്കും നാട്ടുകാർക്ക് ഉപയോഗിക്കാനും വേണ്ടിയുള്ള കുളങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു കുളമാണ് അനങ്ങാടി പഞ്ചായത്തിൻ്റെ കോതകുറിശ്ശിയിലുള്ള പ്ലാക്കാട്ട് കുളം. അവിടുത്തെ പട്ടണങ്ങളിലും മറ്റ് പരിസര പ്രദേശങ്ങളിലെ ആളുകളുടെ പാഴ്വസ്തുക്കളൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു രോഗം പകർത്തുന്ന കേന്ദ്രമായിട്ട് മാറിയ ആ പ്ലാക്കാട്ടുകുളം ആധുനികവൽക്കരിച്ച് നവീകരിച്ച് കേരളത്തിൽ തന്നെ എണ്ണപ്പെട്ട ഒരു കുളമായി മാറ്റുകയും പുറം പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ വന്ന് കുളിക്കുകയും അതിൻ്റെ സൗന്ദര്യം അനുഭവിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കൈയാട് 2 കോടി രൂപ ചെലവഴിച്ച് കവണിക്കുളം എന്ന് പറയുന്ന കുളത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കുളങ്ങൾക്ക് വേണ്ടി ഏകദേശം 8 കോടി രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നമ്മുടെ തോടുകളുണ്ട്. തോട്ടിലൂടെ വെള്ളം ആവശ്യമില്ലാത്ത സമയത്ത് ഒഴുകിപ്പോകും. വെള്ളം ഉണ്ടാവും, പക്ഷെ ഒഴുകി താഴെ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന അത്തരം തോടുകളിലെ വെള്ളം തടഞ്ഞു നിർത്തി തടയണങ്ങളാക്കി ഉപയോഗിച്ച് അത് കുടിവെള്ളത്തിനും കുളിക്കാനും കൃഷിക്കും ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു സമഗ്രമായ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ ടൂറിസത്തിൻ്റെ സാധ്യതകളാണ്. ഒരു ഭാഗത്ത് ഭാരതപ്പുഴയും മറുഭാഗത്ത് തൂതപ്പുഴയും നമ്മളെ 2 ഭാഗങ്ങളായി ഒഴുകിപ്പോകുന്ന ഈ പുഴയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പുഴയുടെ കരകളെ ഉപയോഗപ്പെടുത്തി ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനങ്ങനടിയിലുള്ള അനങ്ങന്മല എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് അത് കുറേ കൂടി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടു. ഭാരതപ്പുഴ ഓരത്ത് പുതിയ രീതിയിലുള്ള പാർക്കുകളും അതുപോലെ തന്നെ മറ്റ് വിശ്രമ കേന്ദ്രങ്ങളും നവീകരിച്ചുകൊണ്ട് തയ്യാറാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഭൂമിയുണ്ട്. കൊളപ്പള്ളി പട്ടാമ്പി IPT മുതൽ കൊളപ്പള്ളി വരെ പ്രദേശത്ത് ഒരു ഭാഗത്ത് മുഴുവൻ ഫോറസ്റ്റ് ഭൂമികളാണ്. ആ ഫോറസ്റ്റ് ഭൂമിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ആ ഷൊർണൂരിൽ നിന്ന് കൊളപ്പള്ളിയിലേക്കും പിന്നീട് പട്ടാമ്പിക്കും വരുന്ന റോഡിൻ്റെ ഭാഗം ഒരു ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി അതിൻ്റെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ അന്വേഷകരായ ചെറുപ്പക്കാരികൾക്കും തൊഴിൽ ഉറപ്പുവരുത്താൻ ആവശ്യമായ സംരംഭങ്ങൾ, ആ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ള, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ബിസിനസ്സിൻ്റെ ആളുകളെ അതിൻ്റെ മാനേജ്മെൻറ്റിന് പല കമ്പനികളുമായി നമ്മൾ ആശയവിനിമയം നടത്തി സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മുതൽ മുടക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ട് സംരംഭ കേന്ദ്രങ്ങൾ തുടങ്ങി ചെറുപ്പക്കാരികളായ യുവാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും തൊഴിൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനത്തെ പറ്റി വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ആലോചിച്ച്, ഇൻഡസ്ട്രിയൽ വകുപ്പുമായി ആലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കാനുള്ള ആലോചന ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത് കുറച്ചു കാലമായി നമ്മൾ
മനസ്സിൽ നാടിൻ്റെ വികാരമായി ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുകയില്ല. നയപരമായി ഇനി കോളേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചാൽ ഷൊർണൂർ മണ്ഡലത്തിലും ഒരു കോളേജ് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരിക. പക്ഷേ കോളേജ് ആരംഭിക്കണമെങ്കിൽ 5 ഏക്കർ സ്ഥലം നമ്മൾ സൗജന്യമായി കണ്ടെത്തി അത് ഗവൺമെൻറ്റിന് കൈമാറണമെന്നാണ്. 5 ഏക്കർ ഒരുമിച്ച രൂപത്തിൽ സ്ഥലം അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലഭ്യത ആ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ ലഭ്യമായിട്ടില്ല. എന്നാൽ പല ഭാഗത്തായിട്ട് കുറേശ്ശൊക്കെ സ്ഥലം തരാൻ ആളുകൾ തയ്യാറുണ്ട്. പക്ഷേ ഒരുമിച്ച് 5 ഏക്കറെങ്കിലും ഒന്നിച്ച് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന് കോളേജ് തുടങ്ങാനുള്ള അനുമതി കിട്ടൂ. എന്തായാലും ആ ശ്രമം നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. കോളേജ് തുടങ്ങാനുള്ള സൗകര്യം IPTയിലുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന പ്രിൻറ്റിംഗ് ടെക്നോളജി കോമ്പൗണ്ടിൽ ധാരാളം സ്ഥലമുണ്ട്. അവിടെ വേണമെങ്കിൽ താൽക്കാലികമായി നമുക്ക് കോളേജ് ആരംഭിക്കും. പക്ഷേ ഈ കോളേജിൻ്റെ ഒരു സാമീപ്യം, അതിൻ്റെ ഒരു സാന്നിധ്യം അനിവാര്യമായി വരുന്നത് ഈ ചെർപ്പശ്ശേരി, അതുപോലെ തന്നെ തൃക്കടിയേരി, നെല്ലായ ഈ മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്ഥലം കിട്ടുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മണ്ഡലത്തിലൊരു കോളേജ് തുടങ്ങണമെന്ന നയപരമായ തീരുമാനം എടുത്താൽ IPT കോമ്പൗണ്ടിൻ്റെ അകത്ത് താൽക്കാലികമായി തുടങ്ങാനും പിന്നീട് സ്ഥലം ലഭ്യതക്കനുസരിച്ച് കൊണ്ട് മറ്റു മേഖലയിലേക്ക് മാറ്റാനുള്ള കാഴ്ചപ്പാടുണ്ട്. സ്ഥലം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ആ സ്ഥലം നമ്മൾ നാട്ടുകാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ സ്ഥലം കണ്ടെത്തി ഹാൻഡ് ഓവർ ചെയ്താൽ കോളേജ് ആരംഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ കോളേജിന് വേണ്ടി 5 കോടിയോ 10 കോടിയോ മുടക്കണമെങ്കിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ആ ഫണ്ട് കണ്ടെത്തി കോളേജിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യം നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ MLA ഫണ്ടിൽ നിന്നോ മറ്റു ഫണ്ടിൽ നിന്നോ പണം കൊടുത്തിട്ട് സ്ഥലം വാങ്ങാനുള്ള പരിമിതി നിയമപരമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം നാട്ടുകാരുടെ സഹായത്തോടു കൂടി, തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഉള്ള ശ്രമം നമുക്ക് തുടരാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, താങ്ക് യു. വ്യക്തമാണല്ലോ. ഇതിൽ സ്ഥാനാർത്ഥി പര്യടനം തുടർന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് മമ്മിക്കുട്ടിക്ക് വന്നത്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. യെസ്, നമ്മൾ സ്റ്റുഡൻസിൻ്റെ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടി മമ്മിക്കുട്ടിക്ക് റെഡിയാണ്. ആദ്യം ആരും ചോദിക്കുന്നത്? ചോദിക്കാനുള്ളത് വിഷയം എന്ന് പറഞ്ഞാൽ ലഹരി എന്ന വിഷയം ഏത് സമയത്തും ചർച്ച ചെയ്യാൻ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, യുവജനങ്ങളിലും അതുപോലെ തന്നെ അതിലുപരി കുട്ടികളിലും ലഹരി ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം. അപ്പോൾ ലഹരിയെ പ്രതിരോധിക്കാൻ, അതിന്റെ ഉപയോഗം തടയാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും എന്നതാണ് എന്റെ ചോദ്യം. ഈ ലഹരി ഉപയോഗം നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇന്ന് ചെർപ്പളശ്ശേരിയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 28 ഗ്രാം MDMA-യുമായിട്ട് 2 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും. നമുക്കിത് എങ്ങനെ തടയാൻ കഴിയുമെന്നാണ് ചോദ്യം. ലഹരിയെ തടയുന്നതിന് വേണ്ടി ഗവൺമെൻറ് തലത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലും ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലും സ്കൂളിലൊക്കെ വലിയ പ്രതിരോധം തീർക്കാനും ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത് ശരിയല്ല, ഉപയോഗിക്കാൻ പറ്റില്ല, ഞാൻ ലഹരി മുക്തമാവും എന്ന് ഓരോരുത്തരും പ്രഖ്യാപനം നടത്തി സത്യപ്രതിജ്ഞ ചെയ്ത് അതിനെ സമീപിക്കലാണ് ഒരു പ്രധാനപ്പെട്ട മാർഗം. ലഹരി നമ്മളെ കയറി പിടിക്കില്ല, ലഹരി നമ്മളെ അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് മാറാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമം എല്ലാ തലത്തിലും നടക്കുന്നുണ്ട്. കോളേജ് തലത്തിലും കുട്ടികളുടെ തലത്തിലും ഒക്കെ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പ്രവർത്തനവും ക്യാമ്പയിനും ഒക്കെ നമ്മൾ നടത്തുമ്പോഴും പ്രതിരോധ നിര തീർത്താലും അതിൻ്റെ ഇടയിൽ കൂടെ ഈ സഞ്ചരിക്കുന്ന വസ്തുതയാണ്. ഗവൺമെൻറ് തലത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കാലത്തേക്കാൾ കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തിയാൽ മാത്രം പോരാ, ജനങ്ങളുടെ ബോധനിലവാരത്തിനും ബോധവൽക്കരണത്തിനും പ്രധാനമായിട്ടുള്ള മാനസിക അവസ്ഥയിലേക്ക് സമൂഹത്തെ ആകെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഇനിയും നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്തിയാൽ മാത്രമേ നമുക്കിതിനൊരു പരിധി വരെ തടയാൻ വേണ്ടി കഴിയൂ. ഇപ്പോൾ സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, സിഗരറ്റ് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്,
എന്ന ഒരു മുന്നറിയിപ്പ് അതിലുണ്ട് എന്നർത്ഥം. അത് വായിച്ചിട്ടാണ് സിഗരറ്റ് ആൾ വലിക്കുന്നത്. മുന്നറിയിപ്പ് ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ അത് വലിക്കൂല എന്ന് തീരുമാനിച്ചാൽ അങ്ങനെയാണ്. ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് മാനസികമായിട്ട് വേണമെന്നർത്ഥം. അതല്ലെങ്കിൽ നമ്മളൊരു ഭാഗത്ത് തടയാനുള്ള ശ്രമം നടത്തുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയല്ല, നിയമപരമായി നടപടി സ്വീകരിച്ചുകൊണ്ട് ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന നിലക്ക് ചെയ്താൽ അങ്ങനെ ഗൗരവമായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന നടപടിയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. എന്നാലും നമ്മളുടെ ബോധവൽക്കരണത്തിൻ്റെ കുറവും അതുപോലെ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മാനസികാവസ്ഥയും പരിമിതപ്പെട്ട് വരികയാണ്. അതിനെ നമുക്ക് ഒന്നുകൂടി ശക്തിപ്പെടുത്തണം, വിപുലപ്പെടുത്തണം. നമ്മൾ കൂട്ടായി അതിനൊരു പരിശ്രമം നടത്തിയാൽ നമ്മുടെ വീടുകൾ, നമ്മുടെ പരിസര പ്രദേശത്തുള്ള കടകൾ, കച്ചവട സ്ഥാപനങ്ങൾ, പള്ളിക്കൂടങ്ങൾ, ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ തന്നെ ഇതൊരു മഹാവിപത്താണ്, ഇത് ഞാൻ ചെയ്തുകൂടാ എന്ന നിലയിലേക്ക് ഓരോരുത്തരെയും എത്തിക്കാനുള്ള പരിശ്രമത്തിൽ വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഭാഗത്ത് നല്ല ഇടപെടൽ നടത്തുന്നുണ്ട്. ഇനിയും തുടർന്നുണ്ടാവണം എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഗവൺമെൻറ് തലത്തിൽ എൻഫോഴ്സ്മെൻറ്റ് പണ്ടത്തേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള ഫൈൻ നിശ്ചയിക്കുന്നുണ്ട്. എന്നാലും ഇത് ലാഭകരമായൊരു ബിസിനസ്സാണെന്നുള്ളതുകൊണ്ട് കുറച്ച് ഫൈൻ അടച്ചാലും വേണ്ടില്ല, വേറെ ബിസിനസ് നടത്തിയാൽ ഫൈൻ അടച്ചതിനുള്ള നഷ്ടം കൂടി നികത്താം എന്ന രീതിയിൽ ഇത് ലാഭകരമായ ബിസിനസ്സായിട്ട് മാറുന്നുണ്ട്. അതിന് ആ ബിസിനസ്സിൻ്റെ സാധ്യതകളും ആ അവസരങ്ങളാണ് നമ്മൾ തടയേണ്ടത്. തടയാൻ ആവശ്യമായ രൂപത്തിലുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം വേണം. ഒരിക്കലും നമ്മുടെ ഈ പ്രദേശത്ത് അതിനൊരു മാർക്കറ്റ് ആവില്ല, നമ്മുടെ ഒരാളും അതിൻ്റെ ഒരു പ്രചാരകരാവില്ല, നമ്മളൊരാളും അതിൻ്റെ ഏജൻ്റ് ആവില്ല എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്ന സ്ഥിതിയിൽ മാത്രമാണ് അതിൻ്റെ ഈ താഴേക്കുള്ള അതിൻ്റെ പ്രസരണവും അതുപോലെ തന്നെ അതിൻ്റെ വിതരണവും തടയാൻ കഴിയൂ. നിങ്ങൾ ഉന്നയിക്കപ്പെട്ട ചോദ്യം വളരെ കാലഘട്ടത്തിന് ആവശ്യമാണ്, അത്യാവശ്യമായുള്ള കാര്യമാണ്. സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിപത്തിനെ സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ച ചോദ്യകർത്താവിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അടുത്ത ചോദ്യം. സർ, നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തില് ഭരണത്തിന് സാങ്കേതിക വിദ്യയുടെ പങ്കിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഭരണത്തിലെ സാങ്കേതികമായ വിദ്യയുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ യുഗമാണെങ്കിലും ഒരു തലമുറ ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ സാക്ഷരതാ യജ്ഞം നടത്തിയ പോലെ സാക്ഷരതാ കാര്യത്തിൽ കേരളം മുമ്പിലാണെങ്കിലും സ്വന്തം പേരെഴുതാനും വായിക്കാനും കൂടി കഴിയാത്ത ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഗ്രാമീണ മേഖലയിൽ, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ അന്ന് വേണ്ടത്ര വിദ്യാഭ്യസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടോ സൗകര്യം ഉണ്ടായിട്ട് ഉപയോഗപ്പെടുത്താനൊക്കെ ഭാഗമായി അങ്ങനെ ആയിരുന്നല്ലോ. 1990 നമ്മൾ ഈ സാക്ഷരതാ യജ്ഞം നമ്മൾ ആരംഭിച്ചത്. ആ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായി തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരരായിട്ടുള്ള ആളുകൾ, ജനങ്ങളുള്ളത് കേരളമാണെന്ന് പിന്നീട് അംഗീകരിക്കപ്പെട്ടു. അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ അതിൽ നിന്ന് ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുകയാണെന്ന് നമ്മുടെ എഴുത്തുനിന്നും വായനയിലും അതുപോലെ തന്നെ ലിപികളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സംഭാഷണത്തിൽ നിന്നൊക്കെ പുതിയ കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ ആ ഡിജിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജ്ഞരാണ്. അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ എല്ലാ നിലക്കും നടത്തുന്നു. സംഘടനകൾ നടത്തുന്നു, ഗവൺമെൻറ് നടത്തുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നിട്ടുള്ളത്. ഫോൺ സംവിധാനങ്ങൾ, സൗകര്യങ്ങളൊക്കെ. നമ്മളൊരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മൾ കൊറോണ കാലത്ത് രാജ്യത്ത് ഒരു വിദ്യാലയങ്ങളും പ്രവർത്തിച്ചില്ല. നമ്മുടെ നാട്ടിലും ഒരു വിദ്യാലയങ്ങളും പ്രവർത്തിച്ചില്ല. എല്ലാം നമ്മൾ അടച്ചിടാൻ പറഞ്ഞു. പക്ഷേ അടച്ചിടാൻ പറഞ്ഞെങ്കിലും നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അവർ വീട്ടിലിരുന്നു കൊണ്ട്, അവരുടെ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് അവർ പഠനം നടത്താൻ അവർക്ക് കഴിഞ്ഞു. അതിനെന്താ കാരണം? കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും ഇലക്ട്രിസിറ്റി, കറണ്ട് എത്തി എന്നുള്ളതുകൊണ്ടാണ്. ആ ഡിജിറ്റൽ ഡിവൈസുകൾ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. അത് പ്രയോഗിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണ്ടേ, കറണ്ട് വേണ്ടേ? മൊബൈൽ ഫോണുകളാണെങ്കിലും അതുപോലെ തന്നെ TV ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു ടാബാണെങ്കിലും അതുപോലെയുള്ള ഉപകരണങ്ങൾ. അപ്പം അതുകൊണ്ട് ആ കൊറോണ കാലത്ത് സ്കൂളിലെ പഠനം നമ്മൾ നിർത്തിയെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് പോയി. കേരളം ആകെ ഇന്ത്യ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികൾ പരീക്ഷ എഴുതാതെ പാസ്സായെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. ചില പ്രയാസങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. കാരണം ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനും ഉപയോഗിക്കാനും കഴിയാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. സംവിധാനം കയ്യിലില്ലാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സംവിധാനം ഉപയോഗപ്പെടുത്താനുള്ള പഠനം അവരെ കൊണ്ട് പഠിപ്പിച്ചു.
അതുപോലെ തന്നെ ഈ ഡിവൈസുകളില്ലാത്തവർക്ക് ഡിവൈസുകൾ വാങ്ങിക്കൊടുത്തു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നു, ബാങ്കുകാർ ചെയ്തു, പഞ്ചായത്തുകാർ ചെയ്തു, അധ്യാപക സംഘടനക്കാർ നടന്നു, വിദ്യാർത്ഥി സംഘടനക്കാർ വാങ്ങിക്കൊടുത്തു. തൻ്റെ ക്ലാസ്സിൽ ആർക്കൊക്കെയാണ് മൊബൈൽ ഫോണില്ല എങ്കിൽ, ടച്ച് ഫോണില്ല എങ്കിൽ അത് വാങ്ങിക്കൊടുക്കാനുള്ള സന്നദ്ധത കാണിച്ചില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് ഡിജിറ്റൽ യുഗത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലും അതിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു ദശാസന്ധിയുണ്ട്. ഇവിടുന്ന് വിടും ചെയ്ത് അവിടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ദശയിൽ നിൽക്കുന്ന ആളുകളെ സമൂഹത്തിൻ്റെ ഒപ്പം കൊണ്ടുവരാനുള്ള പരിശ്രമം എല്ലാ തലത്തിലും കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ സാക്ഷരതാ യജ്ഞം പോലെ ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷരരാക്കാനുള്ള ഒരു വലിയ പരിശ്രമം, യജ്ഞവും നമുക്ക് അനിവാര്യമായിട്ട് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള എല്ലാ മുഖ്യം സഹായവും ഒക്കെ ജനപ്രതിനിധികളെന്ന നിലക്ക്, ഗവൺമെൻറ് എന്ന നിലക്ക്, തദ്ദേശ സ്ഥാപനങ്ങളെന്ന നിലക്ക്, സംഘടനകളെന്ന നിലക്ക് നടത്തേണ്ടതുണ്ട്. നടത്താൻ അവർ തയ്യാറാകും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ കുറവുകൾ നികത്താൻ കഴിയും അധികം താമസിയാതെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ അടുത്ത് കേട്ടൊരു സ്റ്റഡീസ് അനുസരിച്ച് അസംബ്ലിയിലുള്ള കാൻഡിഡേറ്റ്സിന്റെ പ്രായം ജനറൽ പോപ്പുലേഷന്റെ ആവറേജ് പ്രായം തമ്മിൽ ഏറ്റവും വ്യത്യാസമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആവറേജ് പോപ്പുലേഷന്റെ ഏജ് 28ഉം അസംബ്ലിയിലുള്ള ആൾക്കാരുടെ ആവറേജ് ഏജ് 70-ന്റെ അടുത്തുമാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കോളേജിൽ ഇരുന്ന് സംവാദങ്ങൾ നടത്താമെന്നുണ്ടെങ്കിലും എത്രത്തോളം നമ്മുടെ അസംബ്ലി ജയിച്ച കാൻഡിഡേറ്റ്സിന് നമ്മുടെ ആവറേജ് പോപ്പുലേഷന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാമെന്ന് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും വ്യക്തിപരമായിട്ട് ചോദിക്കില്ല. സഖാവ് കഴിഞ്ഞ 5 വർഷത്തിൽ 20-40 പ്രായത്തിന്റെ ഇടയിലുള്ള പോപ്പുലേഷനെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളും അടുത്ത 5 വർഷം വരികയാണെങ്കിൽ 20-40 എന്നുള്ള പ്രായത്തിന്റെ ഇടയിലുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും പദ്ധതികളൊന്ന് ഷെയർ ചെയ്താൽ. നിങ്ങൾ ഉന്നയിക്കപ്പെട്ട ചോദ്യം പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതേ പ്രായത്തിൻ്റെ അതേ ഗണത്തിൽ വരുന്ന ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാനും ശ്രദ്ധിക്കാനും ഇടപെടാനും കഴിയൂ എന്ന് പറയുന്ന വാദത്തോട് യോജിക്കാൻ കഴിയില്ല. നമ്മുടെ തലമുറ തന്നെ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ തലമുറ ഉണ്ടാവില്ലല്ലോ. തലമുറകൾ കൈമാറണം. തലമുറ കൈമാറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രായത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ഒരു കൃഷിക്കാരനായ ആൾ ഇപ്പോൾ എത്രയോ ചെറുപ്പക്കാർ കാർഷിക മേഖലയ്ക്ക് വരുന്നുണ്ട്. ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്ന് ഏറ്റവും കൂടുതൽ വേഗം പണം ഉണ്ടാക്കുക എന്നുള്ള ധാരണയിൽ അവിടെ പോകുന്നത്. അവിടുത്തെ പരിസ്ഥിതിയുമായി ഇടകിച്ചേരുമ്പോൾ അതിനേക്കാൾ നല്ലത് നാട്ടിൽ വന്ന് 10 പശുവിനെ വളർത്തുകയാണ് നല്ലത്. അങ്ങനെ പശുവിനെ വളർത്തി വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് കുടുംബം ജീവിക്കാൻ കഴിയും. പച്ചക്കറി കൃഷി നടത്തുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റു ഒരുപാട് തൊഴിൽ ചെയ്യുന്ന ആൾ, തൊഴിൽ സംരംഭകരുണ്ട്. അവരുടെയൊക്കെ തന്നെ അനുഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എന്നാണ്. അപ്പോൾ 20 വയസ്സും 40 വയസ്സും അതൊരു പ്രായത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. 20 വയസ്സും 40 വയസ്സും കഴിഞ്ഞിട്ടാണ് പിന്നെ 50ഉം 60ഉം 70ഒക്കെ ഉണ്ടാകുന്നതാണ്. നേരത്തെ നമ്മൾ ഈ ചെറുപ്രായക്കാരായ ആളുകളെ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ അവർക്ക് ജോലിയെടുക്കാനും തൊഴിലെടുക്കാനും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കുറവായിരുന്നു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇവിടെ പഠിച്ച് നൈപുണ്യം നേടുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ കണ്ടെത്തുന്നതിന് ആവശ്യമായുള്ള നടപടികൾ കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം അല്ലേ? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ സയൻസ് പാർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ മതിയായ യോഗ്യത നേടിക്കൊണ്ട് പുറം രാജ്യങ്ങളിൽ പോയി തൊഴിലെടുത്തുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആ പരിസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ പഠിച്ച് വളർന്ന് ഇവിടെ യോഗ്യത നേടുന്ന ആളുകൾക്ക് തന്നെ ഇവിടെ ജോലിയെടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആശങ്ക നമുക്ക് അധികം കാലം വെച്ച് പുലർത്തേണ്ട, ആശങ്ക ദൂരീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. പ്രായ വ്യത്യാസത്തിലുള്ള ആളുകൾ മാത്രം വിചാരിച്ചാൽ അവരുടെ പ്രായത്തിൻ്റെ ഇടത്തിലുള്ള ആളുകളുടെ കാര്യം പരിഹരിക്കുന്നില്ല. അതാ പറഞ്ഞ കേരളത്തിലെ ഇന്ന് വരെയുള്ള ഗവൺമെൻറ്റുകളുടെ ഒരനുഭവത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. ആയിരക്കണക്കിന് 10,000-കണക്കായ ആളുകൾ, വിദ്യാർത്ഥികൾ പഠനം നടത്തി യോഗ്യത നേടി തൊഴിലന്വേഷിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആ പോക്കിനെ നമുക്ക് തടയാം. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ ആളുകൾ വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലന്വേഷിച്ച് ഇവിടേക്ക് വരുന്നുണ്ട്. നേരത്തെ അതിൻ്റെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞ ഈ ഗണത്തിൽപ്പെടുന്ന ആളുകൾ അസംബ്ലിയിൽ കൂടുതൽ വന്നാൽ അവരുടെ കാര്യം പരിഹരിക്കണമെങ്കിൽ, അവരുടെ കാര്യം പരിശോധിക്കണമെങ്കിൽ അവർ വേണം എന്ന് പറയുന്ന ആ വാദത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് പ്രായം കുറഞ്ഞ ആളുകൾ വേണ്ടാന്ന് അർത്ഥത്തിലല്ല, പ്രായം കുറഞ്ഞ ആളുകളെയും കൂടുതൽ പരിഗണിക്കുന്ന ഒരു മുന്നണിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ പിന്നെ കോളേജ് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, കോളേജ് വിദ്യാഭ്യാസം ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഗവൺമെൻറ് അത്. നേരത്തെ ഒരു കാലത്ത് 57 മുതലുള്ള കാലത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്, ഫീസ് കൂടാതെ പഠിക്കാനുള്ള. ഞങ്ങളൊക്കെ ആദ്യം പഠിക്കുന്ന കാലത്ത് ഫീസ് കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കി, പിന്നെ അത് കഴിഞ്ഞ് +2 വരെ സൗജന്യമാക്കി. ഈ ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന ഡിഗ്രി കോഴ്സിന് പഠിക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസവും സൗജന്യമാക്കി കൊടുത്ത ഗവൺമെൻറ്റാണ് ഇത് നടത്തുന്നത്. നിങ്ങൾ പറഞ്ഞ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, വേദികൾ ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടോ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കുകയും ചെയ്യാം. ആ കാര്യത്തിലൊന്നും വിയോജിപ്പിനിക്കില്ല. എന്തായാലും സമയത്തിന്റെ പരിമിതി ഓരോ ചോദ്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരൊറ്റ ചോദ്യത്തിലൂടെ മറുപടി ഒന്ന് ടിക്കുപോയിക്കും. ഇത്രയും നേരത്തെ പറഞ്ഞതുപോലെ കുറേ ദിവസങ്ങളായിട്ട് തുടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അപ്പുറത്തേക്ക് വെയിലിൻ്റെ കാഠിന്യമേറിയ ചൂടുണ്ട്. ഈ ഊർജവും ഈ എന്താ പറയുക ഈ ചെറുപ്പവും എങ്ങനെയാണ് നിലനിർത്തുന്നത്? എൻ്റെ ചോദ്യം അതാണ്. അത് നിങ്ങൾ നേരത്തെ ഈ പ്രൊഫൈലിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതെ, മനസ്സിലായില്ലേ? അപ്പം ഇത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കെട്ടിയിറക്കിയ ഒരാളല്ല ഞാൻ. തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേകമായിട്ട് മേക്കപ്പ് ചെയ്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഷം കെട്ടി അങ്ങനെ ഇറങ്ങുന്ന ആളല്ല. അങ്ങനത്തെ അതൊക്കെ പ്രയാസം വരുള്ളൂ. ചൂടാണെങ്കിലും വേണ്ടില്ല, മഴയാണെങ്കിലും വേണ്ടില്ല, പ്രതികൂലമായ സ്ഥിതിയാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങാമല്ലോ. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായി. അത് ഇപ്പോഴല്ല, വളരെ കാലമായിട്ട് അങ്ങനെ തന്നെ. നേരത്തെ പറഞ്ഞ മാതിരി അത് ഈ കാലപ്പഴക്കം കൊണ്ടുണ്ടാവുന്നതാണ്, അനുഭവം കൊണ്ടുണ്ടാവുന്നതാണ്. അങ്ങനെ അനുഭവത്തിൻ്റെ ഒരു ഡിഗ്രി നമുക്ക് അക്കാഡമിക് തലത്തിൽ വാങ്ങാൻ കിട്ടില്ല. അത് പ്രയോഗത്തിലൂടെ അല്ലേ, ജനങ്ങളുടെ സമ്പർക്കത്തിലൂടെയാണ്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലൂടെ. പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവായ വശങ്ങളെ നമ്മൾ മാറ്റി തീർക്കുക, പോസിറ്റീവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ കുറേ കാലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കുന്നതിന് മുമ്പ് ഞാൻ 77 മുതൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട്, 77 അടിയന്തരാവസ്ഥ ഉള്ള കാലം, തൃത്താല മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി ആയിട്ട് മുതൽ, അതിൻ്റെ മുമ്പേ താഴെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഒക്കെ പ്രവർത്തിച്ച അനുഭവം. പിന്നീട് അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷനും മറ്റൊരൊക്കെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന അനുഭവം. പിന്നീട് തുടർച്ചയായി പാർലമെൻറ്റ് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനൊക്കെ വരുമ്പോൾ തൃത്താല മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വളവും തിരിവും കാര്യമൊക്കെ നമുക്കറിയാം. സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിച്ച അനുഭവം മുതൽ ജില്ലാ പഞ്ചായത്തിലേക്കും ജില്ലാ കൗൺസിലിലേക്കും ഒക്കെ മത്സരിച്ച അനുഭവമുണ്ട്, അസംബ്ലിയിലേക്ക് മത്സരിച്ച അനുഭവമുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കൊരു പുതുമയില്ല എന്നർത്ഥം. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ പകച്ചു നിൽക്കാതെ, മനസ്സിലായില്ലേ, അതുകൊണ്ട് അന്തം വിട്ട് നിൽക്കാതെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. എന്താണ് ഇന്ന് ചെയ്യണം, നാളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച് അതിന് ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ട് നമ്മളാണ്ട് ഇറങ്ങല്ലേ. പിണറായി പറഞ്ഞ മാതിരി നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞ മാതിരി ഒരുമിച്ച് ഇറങ്ങാൻ, അല്ലാതെ ഇതിനൊന്നും നമുക്കൊരു എന്താ പറയുക ഒരു പിന്നെ മാനസികമായുള്ള വ്യാകുലതയോ വിഷമമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അത് പ്രതിസന്ധികളുണ്ടാവുമല്ലോ. ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുറിച്ച് കടക്കുക എന്നുള്ളതാണ് ഒരുത്തൻ്റെ ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു കരുത്ത്. ആ കരുത്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാലമായി പ്രവർത്തിച്ച അനുഭവത്തിൽ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഈ കഠിനമായ ചൂടും അതികഠിനമായ തണുപ്പാണെങ്കിലും വേണ്ടില്ല, ചൂടാണെങ്കിലും വേണ്ടില്ല, ഇലക്ഷൻ 9-ാം തീയതി കഴിയല്ലോ, അതിൻ്റെ ഉള്ളിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് തന്നെയാണ്. എന്നും ജനങ്ങൾക്കൊപ്പം തന്നെയാണ്. എന്നും ജനങ്ങൾക്കൊപ്പം തന്നെയാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്നതിന് ഒരുപാട് നന്ദി. അതെ, കുട്ടികൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണെങ്കിലും ഞാൻ സ്ഥാനാർത്ഥിയാണ്, ഷൊർണൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെ അറിയാം. ഞാൻ ഈ കോളേജിൽ ഇടക്കിടക്ക് വരുന്ന സന്ദർശകനല്ല, ഔദ്യോഗികമായുള്ള പരിപാടിക്ക് തന്നെ എല്ലാ പരിപാടിക്കും ഇവിടെ ക്ഷണിക്കാറുണ്ട്. മാനേജ്മെൻറ്റ് ഇവിടെ വരാറുണ്ട്. അവരുമായും ഇവിടുത്തെ കുട്ടികളുമായൊക്കെ തന്നെ ഡേ ടു ഡേ ബന്ധമുള്ളതാണ്. കുട്ടികൾ മണ്ഡലത്തിലും പ്രദേശത്തുമൊക്കെ വന്നാണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെയൊക്കെ ഉണ്ടാവും. ഞാൻ ഷൊർണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളാണ്. ഇവിടെ വോട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ രക്ഷാകർത്താക്കൾ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ ഒന്ന് പറയണം, ഇങ്ങനെ മമ്മിക്കുട്ടി വന്നിരുന്നു ഞങ്ങളുടെ കോളേജിൽ, അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ കണ്ടു, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സന്ദേശം നിങ്ങൾ വീട്ടുകാർക്ക് കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ എന്താ പറയുക കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഗുണഭോക്താക്കളായി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് ഐഡിയൽ കോളേജിൻ്റെ ഒരു സ്നേഹോപകാരമാണ്.
You are watching One News Channel.